നമ്മളൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന മൈദ പൊറോട്ടയെക്കാളും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതും അതേ മറിച്ച് 10 മടങ്ങ് ഫ്ലേക്കി ആയിട്ടുള്ളതുമായ വീറ്റ് പൊറോട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രമാത്രം ഫ്ലേക്കിയാണെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുക്കുക, ഒരു അരിപ്പ വയ്ക്കുക, അതിലേക്കൊരു 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും കൂടി പോകരുത്, കുറേശ്ശെ മാത്രമേ ഒഴിക്കാവുള്ളൂ. ആദ്യമേ വലിയ മയപ്പെടുത്താനൊന്നും പോകണ്ട, ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, അത്ര മാത്രം മതി. എന്നിട്ട് ഇതേപോലെ കുറേ കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് വെള്ളം ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകത്തില്ല. എന്നിട്ടിതൊന്ന് ഒരു അരമണിക്കൂർ വരെ, ഒരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം ഞാനിത് കുഴയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ മാവ് എത്രമാത്രം നല്ല മയത്തിലാണ് ഇരിക്കുന്നതെന്നുള്ളത്. വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കുഴയ്ക്കുന്ന മാവ് കറക്റ്റായാൽ നല്ല പൊറോട്ടയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഷേപ്പ് ഒന്നും മാറത്തില്ല, പിന്നെ പൊട്ടിപ്പോകത്തൊന്നുമില്ല. അതുകൊണ്ട് കുഴയ്ക്കുന്ന എപ്പോഴും കറക്റ്റായിരിക്കണം. എന്നിട്ട് ഇതേപോലെ കുറച്ച് വലിയ ഉരുളകൾ ആക്കിയെടുക്കണം നമ്മൾ. എന്നിട്ട് മാവിൽ മുക്കി നമ്മളൊന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട, ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലൊന്നും പ്രശ്നമില്ല, കാരണം ഇത് നമ്മൾക്ക് മടക്കാനുള്ളതല്ലേ. നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ നമുക്ക് ഇതിലൊന്ന് പരട്ടി കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറേശ്ശെ ഒന്ന് പൊടി തൂവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പകുതിയായിട്ടെടുത്ത് കണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതെ വീണ്ടും കുറേശ്ശെ നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. വീണ്ടും കുറച്ചൊരു പൊടി ഒന്ന് ചുമ്മാ തൂവി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് 4-1 ഇതേപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് വലുതാക്കി പരത്തിയെടുക്കാം. ഒത്തിരി കട്ടി കുറയ്ക്കാനും പാടില്ല, കട്ടി കൂടാനും പാടില്ല, ഇതേ രീതിയിൽ. എന്നിട്ട് ചൂടായ നമ്മുടെ തവയിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വന്നു. ഇതിൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ ലെയർ ആയിട്ടുള്ളത് മാറി മാറി വരുന്നത്, അത് പൊളിഞ്ഞു വരുന്നത് കാണാം നമുക്ക്. 2 സൈഡും നമുക്ക് ഇതേപോലെ തന്നെ നെയ്യ് തേച്ച് വെച്ച്, നെയ്യോ എണ്ണ എന്തെങ്കിലും തേച്ച് 2 സൈഡ് നന്നായിട്ട് മുറിച്ചെടുക്കുക. ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി മുറിക്കുമ്പോൾ തന്നെ നല്ല പാളികളായിട്ടിരിക്കുന്നത് കാണാം. ഞാൻ ഓരോ പാളികളായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പൊറോട്ടയും ഇതേപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് പൊടി കൊണ്ട് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സൈഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ മടക്കി ചുരുട്ടിയെടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ചുരുട്ടിയതിന് ശേഷം ഒന്നുകൂടി ഇതേപോലെ ചുരുട്ടി വലിച്ച് നീട്ടുക. എന്നിട്ട് ഇതേപോലെ റൗണ്ട് ആക്കി വെച്ച് ഒന്നിൻ്റെ മീതെ ഒന്നാക്കി മുകളിലോട്ട് വെക്കണം. എന്നിട്ട് ലാസ്റ്റത്തേത് നമ്മൾ അകത്തേക്കൊന്ന് മടക്കി വെക്കുക. എന്നിട്ടൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ അടുത്ത പൊറോട്ടയ്ക്കുള്ള ഉരുള റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ചൂടായ നമ്മുടെ തവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയും കട്ടി കണ്ടോ, ഒട്ടും കൂടിയിട്ടില്ല. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നെയ്യോ ഓയിലോ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ളത്, നമ്മുടെ വീട്ടിൽ എന്താ ആ സമയമുള്ളത് അത് വെച്ച് നമുക്കിത് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
കണ്ടില്ലേ, എത്ര ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെയുള്ള പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെ കിട്ടുന്നേക്കാൾ എത്രയോ ഹൈജീനിക്കായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ പൊറോട്ട ഒന്ന് പതിയെ ഇങ്ങനെ ചുരുട്ടുകയോ ഒന്ന് അടിച്ചെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെയർ അതിൻ്റെ പൊളിഞ്ഞു വരുന്ന കാണാം. അതേപോലെ ഇനി മൂന്നാമത്തെ പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഈ പൊറോട്ട ഉണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞാൽ എത്ര സിമ്പിളാണ്. എത്ര സിമ്പിളായിട്ട് തന്നെ നമ്മൾ വീട്ടിലിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹൈജീനിക് ആയിട്ടുള്ള, കുട്ടികൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കൊരു ഹോട്ടലിൽ നിന്ന് പോവുകയോ മേടിപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട. അടുത്ത ചപ്പാത്തി നമ്മൾ ഇതേപോലെ വലുതാക്കി പരത്തിയതിന് ശേഷം കുറേശ്ശെ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുത്ത് കുറച്ചൊന്ന് പൊടിയൊന്ന് വിതറിയതിന് ശേഷം ഇതേപോലെ 2 ഭാഗമാക്കി നമ്മളൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും അത് അതിൻ്റെ മീതെ വെച്ച് 3 ലെയറായിട്ട് നമ്മളൊന്ന് മടക്കി അതിൻ്റെ മീതെ പിന്നെയും കുറച്ച് നമ്മൾ ഓയിലോ നെയ്യോ തേച്ച് പൊടി തൂകി അതേപോലെ സെയിം പ്രോസസ്സ് 3 നമ്മൾ മടക്കുക. എന്നിട്ടിത് സ്ക്വയറായിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു 9 പാളികളായിട്ടാണ് ഈ ചപ്പാത്തി ഇരിക്കുക. അതേപോലെ തന്നെ ഓരോ ലെയറായിട്ട് വിട്ട് വരും. മുമ്പുണ്ടാക്കിയ പോലെ തന്നെ 2 സൈഡിലും നമ്മൾ നെയ്യും അല്ലെങ്കിൽ ഓയിലോ ഒക്കെ തേച്ച് നന്നായിട്ട് മുരിച്ചെടുക്കുക. കണ്ടോ, എത്ര സിമ്പിളായിട്ടാണ് ഞാൻ 3 പൊറോട്ട ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.